ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ എങ്ങനെ നേടിയെടുക്കാം, റിസൾട്ട് എപ്പോഴാണ് പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വിദ്യാഭ്യാസപരമായ കൃത്യമായ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഈ ചാനൽ വഴി ആദ്യമായി അറിയാൻ സാധിക്കും. ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സ് ഇഷ്ടമല്ല, സ്കൂൾ ഇഷ്ടമല്ല, ആ സ്കൂളിൽ തന്നെയുള്ള മറ്റൊരു കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് മാറാൻ സാധിക്കും. അതല്ല മറ്റൊരു സ്കൂളിലുള്ള മറ്റൊരു കോഴ്സാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് മാറാൻ സാധിക്കും. ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്തു എന്ന കാരണത്താൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടില്ല. നമുക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ മാത്രമേ ഇപ്പോൾ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയുള്ളൂ. പൂർണ്ണമായും ഓൺലൈനായാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ സെന്ററുകളിൽ പോയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ തന്നെയോ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്കൂളുകളിൽ ഇതിനുള്ള സംവിധാനം ലഭ്യമാക്കിയിട്ടുണ്ട്. സ്കൂളിൽ പോയി നേരിട്ടും നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആദ്യമായി നമ്മുടെ ഫോണിൽ എങ്ങനെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഗൂഗിളിൽ HSCAP എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. ആദ്യമായി തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ആദ്യം സ്കൂൾ വൈസ് വേക്കൻസി പരിശോധിക്കുക. ഏതൊക്കെ സ്കൂളിലാണ് എത്രയൊക്കെ വേക്കൻസി ഉണ്ട് എന്ന് ആദ്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. സ്കൂൾ വൈസ് വേക്കൻസി എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ജില്ല സെലക്ട് ചെയ്ത് നമ്മുടെ ജില്ലയിൽ ഏതൊക്കെ സ്കൂളിൽ നമ്മൾക്ക് പഠനം താല്പര്യമുള്ള സ്കൂളിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കി ഓർഡറായി അത് കൃത്യമായി ഒരു നോട്ടിൽ എഴുതി വെക്കുക. ഓർഡർ വൈസ് ആയി എഴുതുമ്പോൾ ആദ്യം നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളുകൾ ആദ്യമായി വരുന്ന രീതിയിൽ നമ്മൾ എഴുതുക. അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷനും പാസ്വേഡും അടിച്ച് നമ്മുടെ ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് അവിടെ കാണാൻ സാധിക്കുക. അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. പിന്നീട് ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. അതിന്റെ അടിയിലായി ട്രാൻസ്ഫർ ഓപ്ഷൻ എൻട്രി എന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ സ്കൂൾ, കോഴ്സ് എന്നിങ്ങനെ രണ്ട് ലിങ്കുകളുണ്ട്. അവിടെ സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കോഴ്സ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് വേക്കൻസി ലിസ്റ്റ് നോക്കി തയ്യാറാക്കി വെച്ച സ്കൂളുകളുടെ ലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുക. സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് അടിയിൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏത് കോഴ്സാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഓരോ സ്കൂളുകളും സെലക്ട് ചെയ്ത് കോഴ്സ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ ഇങ്ങനെ ഓർഡർ വൈസ് ആയി ആഡ് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ഡിക്ലറേഷൻ എന്ന ഈ ഒരു സെക്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് ട്രാൻസ്ഫർ എൻട്രി കൺഫേം അടിച്ചാൽ നമ്മുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആപ്ലിക്കേഷൻ കൺഫേം ആയി. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് ആഗസ്റ്റ് 1 പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത. കൂടുതൽ അപ്ഡേറ്റ്സുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.